ഹലോ വെൽക്കം ബാക്ക്. IT പബ്ലിക് എക്സാമിനെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായ പബ്ലിഷിംഗ് എന്ന ചാപ്റ്ററിൽ നിന്നും ലിബ്രിയോഫീസ് റൈറ്റർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് വരാറുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് മെയിൽ മർജ് ടെക്നിക് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനമാണ്. പിന്നെ ഇൻഡെക്സ് ടേബിൾ അഥവാ ടേബിൾ ഓഫ് കണ്ടൻസ് നമ്മുടെ ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുന്നത്, അതേപോലെ പുതിയൊരു ന്യൂ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നിട്ടുള്ള ഒരു സ്റ്റൈലിനെ മോഡിഫൈ ചെയ്തത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ പലപ്പോഴും വരാറുള്ളത്. അത്തരത്തിൽ വരുന്ന ചോദ്യങ്ങളും അതെങ്ങനെ ചെയ്യാമെന്നുള്ളതുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. കേരളത്തിലെ അനുഷ്ഠാന കലയായ തെയ്യത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ തെയ്യം.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രിയോഫീസ് റൈറ്ററിൽ തുറന്ന് ഉപശീർഷകങ്ങൾക്ക് ഹെഡിങ് 2 എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷകങ്ങൾ ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഹെഡിങ് 2 എന്ന സ്റ്റൈലിൽ ചുവടെ കൊടുത്തിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്വസ്റ്റൻ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻ ആർട്ടിക്കിൾ ഓൺ തെയ്യം എ റിച്വൽ ആർട്ട് ഓഫ് കേരള ഈസ് ഗിവൺ ഇൻ എക്സാം ഡോക്യുമെന്റ് ഫോൾഡർ. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. തെയ്യം.ott എന്ന് പറയുന്ന ഫയൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യണം, ലിബ്രിയോഫീസ് റൈറ്ററിൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് സബ് ഹെഡിങ്ങിന് ഹെഡിങ് 2 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റൈല് കൊടുക്കണം. അതിനുശേഷം ഈ ഹെഡിങ് 2 എന്ന് പറഞ്ഞ സ്റ്റൈലിന് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഓക്കെ, അതിനൊന്ന് മോഡിഫൈ ചെയ്യണം. അത്രയും ചെയ്യണ്ടു. അത്രയും ചെയ്ത ശേഷം എക്സാം 10 എന്ന ഫോൾഡറിൽ നമുക്ക് സേവ് ചെയ്യാം. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ആദ്യം നമുക്ക് നമ്മുടെ ലിബ്രിയോഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ലിബ്രിയോഫീസ് റൈറ്റർ. അതിനായിട്ട് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷനിൽ ഓഫീസിലേക്ക് വരിക. ഇവിടെ ലിബ്രിയോഫീസ് റൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ ലിബ്രിയോഫീസ് റൈറ്റർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള തെയ്യം.ott എന്ന് പറയുന്ന ആ ഒരു ഫയല് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അതിനായിട്ട് ഫയലിലേക്ക് പോവുക. ഇവിടെ ഓപ്പൺ എന്ന് കാണാലോ, ഇത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളോടത് എവിടെയുണ്ടെന്നാ പറഞ്ഞത്? നമ്മുടെ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് തെയ്യം.ott. അപ്പോൾ നമുക്കിത് എവിടെ നിന്ന് നോക്കാം. എവിടെയെങ്കിലും ആയിട്ട് ഇവിടെയുണ്ട് അല്ലേ, തെയ്യം.ott നമ്മുടെ ഫയൽ ഇത് എവിടെയുണ്ട്. ഇതെന്ത് ചെയ്യാം, ഒന്നിക്കൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തെയ്യം.ott എന്ന് പറയുന്ന ആ ഒരു ഫയൽ നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഇതിൽ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളതിനൊക്കെ ഹെഡിങ് 2 എന്ന് പറയും. ഇതൊക്കെ ഉപശീർഷകങ്ങളാണ്, അഥവാ സബ് ഹെഡിങ്സ് ആണ്. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഹെഡിങ് 2 എന്ന് പറയുന്ന സ്റ്റൈൽ കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ ഈ ഒരു സബ് ഹെഡിങ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിലൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ടൊന്നിത് ഇതേപോലെ അത് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ കണ്ടു ഡിഫോൾട്ട് സ്റ്റൈൽ എന്നല്ലേ ഉള്ളത്. ഇതാ ഇവിടെയുള്ള ഈ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഹെഡിങ് 2 എന്ന് കാണാം. ഈ ഹെഡിങ് 2 കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് ആ ഹെഡിങ് 2 എന്ന് പറഞ്ഞ സ്റ്റൈൽ വന്നു. ഇനി എന്ത് ചെയ്യുക, അടുത്തതും ഇതേപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്ത് ഹെഡിങ് 2 കൊടുക്കുക. ഇങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഹെഡിങ് 2 കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയൊരു എളുപ്പം ഉള്ള ഒരു വഴി പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഹെഡിങ് ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ കീബോർഡിലെ കൺട്രോൾ കീ ഉണ്ടാവുമല്ലോ, അത് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അടുത്ത സബ് ഹെഡിങ് ഇതേപോലെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, അത് രണ്ടും നമുക്ക് ഒരുമിച്ച് തന്നെ അത് സെലക്ട് ആയിട്ടുണ്ട് അല്ലേ. വീണ്ടും കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടുത്തത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചൊന്ന് താഴോട്ടേക്ക് പോകണം. അപ്പോൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കൺട്രോൾ കീ ഒന്ന് റിലീസ് ചെയ്യണം. അതിനുശേഷം ഇതാ ഇവിടെ എത്തി. ഇനി ഇതും നമുക്ക് സെലക്ട് ചെയ്യണം. അടുത്ത സബ് ഹെഡിങ് സെലക്ട് ചെയ്യാം. വീണ്ടും അടുത്തത് സെലക്ട് ചെയ്യുക. അങ്ങനെ ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയും ഞാൻ സെലക്ട് ചെയ്തു. ഇനി എന്ത് വേണം, നമുക്കിതാ ഇവിടെ ഡിഫോൾട്ട് സ്റ്റൈൽ എന്നത് മാറ്റിയിട്ട് ഈ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്നും ഹെഡിങ് 2 കൊടുക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യാം. ഓരോന്ന് സെലക്ട് ചെയ്ത് ഹെഡിങ് 2 കൊടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ കൺട്രോൾ കീ യൂസ് ചെയ്തിട്ട് ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഹെഡിങ് 2 എന്നത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞത് ഇത്രയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഹെഡിങ് 2 എന്ന് പറയുന്ന സ്റ്റൈല് നമ്മൾ എല്ലാ സബ് ഹെഡിങ്ങിനും കൊടുത്തു. ഓക്കെ, എല്ലാ സബ് ഹെഡിങ്സിനും കൊടുത്തു. ഇനി എന്ത് വേണം, ഹെഡിങ് 2 എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റൈലിനെ നമുക്ക് മോഡിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോണ്ട് ഫാമിലി എന്ത് കൊടുക്കണം, ഫോണ്ട് സൈസ് എന്ത് കൊടുക്കണം, ഫോണ്ട് കളർ എന്ത് കൊടുക്കണം, അണ്ടർലൈൻ അത് ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണോ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ മോർ സ്റ്റൈൽസ് എന്ന് കാണാലോ, ഇതിലേക്ക് വരിക. അപ്പോൾ ഇവിടെ സ്റ്റൈൽസ് വിൻഡോ ഓപ്പൺ ആയിട്ട് കിട്ടും. ഓക്കെ, ഇതിൽ ഈ ഒന്നാമത്തെ ഭാഗത്തെ പാരഗ്രാഫ് സ്റ്റൈൽസ് എന്നാണ് പറയാ. ഈ പാരഗ്രാഫ് സ്റ്റൈൽസ് ഭാഗത്ത് കുറച്ച് താഴോട്ട് വരും. തിയറിയിൽ ചോദിക്കും കേട്ടോ, പാരഗ്രാഫ് സ്റ്റൈൽസിൽ എന്തൊക്കെ ഉണ്ടാവും, ഫൂട്ട് അതുണ്ടാവും, അതേപോലെ ഹെഡിങ്സ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും കേട്ടോ. തിയറിയിൽ ചോദിക്കാറുണ്ട്. ഇവിടെ പാരഗ്രാഫ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഹെഡിങ് എന്ന് കാണാലോ. ഇവിടെ ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറേ കാണാം, ഹെഡിങ് 1, 2, 3, 4 അങ്ങനെ കുറേ കാണാൻ പറ്റും. അതിൽ നമ്മളോട് പറഞ്ഞത് ഹെഡിങ് 2ലാണ് മോഡിഫൈ ചെയ്യേണ്ടത്.
അപ്പോൾ ഹെഡിങ് 2 എന്നതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഹെഡിങ് 2 എന്നതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ന്യൂ എന്നും മോഡിഫൈ എന്നും 2 ഓപ്ഷൻ കാണാം. അതിൽ നമ്മളോട് പറഞ്ഞത് മോഡിഫൈ ചെയ്യാനാണ്, അതായത് മാറ്റം വരുത്താനാണ്. പുതിയൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനല്ല, ഹെഡിങ് 2ന് മാറ്റം വരുത്താനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മോഡിഫൈ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വിൻഡോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ചോദ്യം നോക്കാം. ആദ്യം ഫോണ്ട് ഫാമിലി നമുക്ക് മാറ്റാം. അപ്പോൾ ഫോണ്ട് ഫാമിലി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫോണ്ട് എന്ന് പറഞ്ഞൊരു ടാബ് കണ്ടോ, ഇങ്ങോട്ടേക്ക് വരിക, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഫോണ്ട് ഫാമിലിയും അതേപോലെ സൈസും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടത്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ആണെങ്കിൽ, ഇംഗ്ലീഷിലാണല്ലോ നമുക്ക് മാറ്റം ചേഞ്ച് വരുത്തേണ്ടത്. നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ആണെങ്കിൽ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് എന്ന് പറഞ്ഞ് ഈ ഭാഗത്തായിരിക്കണം മാറ്റം വരുത്തേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് ഉള്ളത് മലയാളമാണെങ്കിൽ ആ മലയാളത്തിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ചേഞ്ചുകൾ വരുത്തുന്നതെങ്കിൽ CTL ഫോണ്ട് എന്ന് പറയുന്ന ഭാഗത്താണ് മാറ്റം വരുത്തേണ്ടത്. നമുക്കിവിടെ നൽകിയിട്ടുള്ളത് ഇംഗ്ലീഷ് ആണ്, അതുകൊണ്ട് നമുക്ക് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു ഭാഗത്തായിരിക്കണം നമ്മൾ ചേഞ്ചുകൾ വരുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഫോണ്ട് ഫാമിലി എന്ന പാർട്ട് കൊടുത്തിട്ടുള്ളത് ഏതാണോ അത് അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കി ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഇത് മുഴുവനായിട്ട് ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങളോട് ഏതാണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഫോണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു ഫോണ്ട് ഫാമിലി അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, ഫോണ്ട് സൈസ് 140% ആക്കണം. അപ്പോൾ ഫോണ്ട് സൈസ് ഇതാ ഇവിടെ ഉണ്ട്, ഇത് മാറ്റിയിട്ട് 140 ആക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താ ഉള്ളത്, കളർ മാറ്റണം അല്ലേ. ഫോണ്ട് കളർ മാറ്റണമെങ്കിൽ ഈ ഫോണ്ട് ടാബിൽ നിന്നല്ല നമുക്ക് കളർ മാറ്റാൻ പറ്റുക. അതിന് ഫോണ്ട് എഫക്റ്റിലേക്ക് വരണം. ഓക്കെ, ഫോണ്ട് എഫക്ട്സ് അതിലേക്ക് വരിക, ആ ഒരു ഭാഗത്തേക്ക് വരിക. അപ്പോൾ ആ ഒരു ടാബ് ഓപ്പൺ ആയി, ഇവിടെ ഫോണ്ട് കളർ എന്ന് കാണാം. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളോട് ഏത് കളറാണോ പറഞ്ഞത് അതിങ്ങനെ നിങ്ങൾക്ക് ഓരോ കളറിൻ്റെ നേരെയും ഇങ്ങനെ മൗസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പേര് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഒരു ടീൽ എന്ന് പറഞ്ഞുള്ള കളറാണ്, അത് നിങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുക. ഇതാണ് ആ ഒരു കളറ്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങളോട് എന്താ പറഞ്ഞത്, അണ്ടർലൈന് സിംഗിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതാ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം അണ്ടർലൈനിങ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുറേ ഉണ്ട്, ഇതിൽ നിങ്ങളോട് സിംഗിൾ എന്നതാണ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് സിംഗിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയും കൊടുത്തല്ലോ, ഇത്രയും നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, അത്രയും കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം ഇവിടെ അപ്ലൈ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഓക്കെ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇത്രയും ചെയ്തപ്പോൾ കണ്ടോ, നമ്മുടെ ഹെഡിങ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഹെഡിങ് 2-നെല്ലാം ആ ഒരു സബ് ഹെഡിങ്ങിനൊക്കെ നമ്മളിപ്പോൾ മാറ്റം വരുത്തിയിട്ടുള്ള ആ ഒരു സ്റ്റൈലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ സേവ് ചെയ്യാം? സേവ് ചെയ്യാനായിട്ട് ഫയലിലേക്ക് പോവാം. ഇവിടെ സേവ് അല്ലെങ്കിൽ സേവ് ആസ് നിങ്ങൾക്ക് കൊടുക്കാം. സേവ് ഓർ സേവ് ആസ് കൊടുക്കാം. സേവ് കൊടുക്കുന്നു. അതിനുശേഷം ഹോമിലെ ഇവിടെ എൻ്റെ ഹോം ഇതാണ്. ഇതിലെ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ഇതിവിടെ നെയിം എന്ന് പറഞ്ഞ സ്ഥലത്ത് രജിസ്റ്റർ നമ്പർ കൊടുക്കാം. ഞാൻ രജിസ്റ്റർ നമ്പർ കൊടുത്തു. ഇനി ഒരു അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എത്രയാണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ ആ ഒരു ക്വസ്റ്റ്യൻ നമ്പറും കൂടി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ആ സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇത്ര മാത്രമേ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളൂ. അടുത്തൊരു ചോദ്യം, ആർട്ടിക്കിൾസ് ഓൺ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആർ ഗിവൺ ഇൻ എക്സാം ഡോക്യുമെന്റ് ഫോൾഡർ ഇൻ ഹോം വിത്ത് ദ ഫയൽ നെയിം opensource.ott. opensource.ott എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് LibreOffice റൈറ്ററിൽ തുറക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് ക്രിയേറ്റ് ദ ടേബിൾ ഓഫ് കണ്ടന്റ് ഫോർ ദ ആർട്ടിക്കിൾ യൂസിങ് ദ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സ് ടെക്നിക്. ഓക്കെ, നിങ്ങൾ അതിലൊരു ഉള്ളടക്ക പട്ടിക, മലയാളം മീഡിയംകാർക്ക് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിലൊരു ഉള്ളടക്ക പട്ടിക അഥവാ ഇൻഡെക്സ് ടേബിൾ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ടേബിൾ ഓഫ് കണ്ടന്റ്സ് അതിലേക്ക് ഉൾപ്പെടുത്താനാണ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ഹിൻസ് നൽകിയിട്ടുണ്ട്. അപ്ലൈ ദ സ്റ്റൈൽ ഹെഡിങ് 1 ഫോർ മെയിൻ ഹെഡിങ് ഓപ്പൺ സോഴ്സ്. ഓക്കെ, ഇതാ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ശീർഷകങ്ങൾക്കൊക്കെ തന്നെ ഹെഡിങ് 1 എന്ന് പറയുന്ന സ്റ്റൈല് കൊടുക്കണം. അതിനുശേഷം ഹെഡിങ് 2 എന്ന് പറഞ്ഞ സ്റ്റൈല് എല്ലാ സബ് ഹെഡിങ്സിനും കൊടുക്കണം. ഓക്കെ, സബ് ഹെഡിങ് മനസ്സിലാക്കാൻ വേണ്ടി റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് ദ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഓൺ ദ ഫസ്റ്റ് പേജ് ഓഫ് ദ ആർട്ടിക്കിൾ. ഉള്ളടക്ക പട്ടിക നമുക്ക് അതിൻ്റെ ഫസ്റ്റ് പേജിൽ, ആർട്ടിക്കിളിൻ്റെ ഫസ്റ്റ് പേജിൽ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് അത് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഫയൽ ഏതാ, open_source.ott. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം LibreOffice റൈറ്റർ ഓപ്പൺ ചെയ്തിട്ട് അതുവഴി നമുക്ക് നമ്മുടെ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൾഡറിൽ ഇതിൽ പറഞ്ഞതുപോലെ എക്സാം ഡോക്യുമെന്റിൽ പോയിട്ട് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു, ഇവിടെ നിന്ന് ഓഫീസിലേക്ക് വരുന്നു, ഓഫീസിൽ LibreOffice റൈറ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി. ഇനി ഫയലിലേക്ക് പോവുക, ഫയലിൽ ഓപ്പൺ കൊടുക്കുക, ഫയലിൽ ഓപ്പൺ. അപ്പോൾ അത് നമുക്ക് എവിടെയാണുള്ളത്, അവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഓപ്പൺ സോഴ്സ് എന്നതാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇതാ opensource.ott എന്ന് പറഞ്ഞ ഫയൽ ഉണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം.
ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ഫയൽ. കണ്ടില്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഹെഡിങ്ങിനെ നമുക്ക് ഹെഡിങ് 1 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റൈൽ കൊടുക്കാനാണ് പറഞ്ഞത്. അതിനായിട്ട് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യാം. ഇത്തരത്തിൽ നിന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. അതിനുശേഷം ഇവിടെ നിന്നും ഈ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹെഡിങ് 1 എന്ന സ്റ്റൈൽ കൊടുക്കും. ഹെഡിങ് 1 എന്ന് പറഞ്ഞ സ്റ്റൈൽ കൊടുത്തു. ഇനി ബാക്കിയൊക്കെ നമുക്കിത് ഇവിടെയുള്ള ഈ ഒരു റെഡൊക്കെ സബ് ഹെഡിങ്സ് ആണ് അല്ലേ? അപ്പോൾ ഈ സബ് ഹെഡിങ്ങിനൊക്കെ ഹെഡിങ് 2 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റൈൽ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു സബ് ഹെഡിങ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്നും ഈ ഡിഫോൾട്ട് സ്റ്റൈൽ മാറ്റിയിട്ട് ഹെഡിങ് 2 കൊടുക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടുത്തത് സെലക്ട് ചെയ്യാം. ഓക്കെ, വീണ്ടും അടുത്തത് സെലക്ട് ചെയ്യാം. താഴോട്ടേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കൺട്രോൾ കീ റിലീസ് ചെയ്യണം. അതിനുശേഷം വീണ്ടും സെലക്ട് ചെയ്യുമ്പോൾ കൺട്രോൾ കീ വീണ്ടും പ്രസ് ചെയ്യാം. ഓക്കെ, നമ്മൾ അതിലുള്ള എല്ലാ സബ് ഹെഡിങ്ങും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡിഫോൾട്ട് സ്റ്റൈൽ എന്നത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹെഡിങ് 2 എന്നതും കൊടുക്കുക. ഓക്കെ, ഡിഫോൾട്ട് സ്റ്റൈലിൽ ഹെഡിങ് 2 എന്നത് ആക്കി മാറ്റും. ഓക്കെ, ഇതൊരു എളുപ്പ വഴിയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് കൊടുക്കാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി ക്രിയേറ്റ് ടേബിൾ ഓഫ് കണ്ടന്റ് ഓൺ ദ ഫസ്റ്റ് പേജ്. ഓക്കെ, ആർട്ടിക്കിളിൻ്റെ ഫസ്റ്റ് പേജിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. ഇതിൽ ഇവിടെയായിട്ട് ടേബിൾ ഓഫ് കണ്ടന്റ്സ് തയ്യാറാക്കണം, ഉള്ളടക്ക പട്ടിക തയ്യാറാക്കണം. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് എവിടെയാണോ ടേബിൾ ഓഫ് കണ്ടന്റ്സ് വേണ്ടത്, എവിടെയാണോ ഉള്ളടക്ക പട്ടിക വേണ്ടത്, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇൻസേർട്ടിലേക്ക് പോവാം. ഇൻസേർട്ടിലാണ്, മാറിപ്പോവരുത്. ഇൻസേർട്ടിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സ് എന്ന് കാണാം. അതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്ന് കാണാം. ഓക്കെ, ക്രമം മാറിപ്പോവരുത്. ഇൻസേർട്ടിൽ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സിൽ ടേബിൾ ഓഫ് കണ്ടന്റ്സ്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട, ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്താൽ മാത്രം മതി. ഇത്രയും കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും നമ്മളോട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അവസാനം എന്താ പറഞ്ഞത്? ഇത് സേവ് ചെയ്യണം അല്ലേ? അപ്പോൾ സേവ് ചെയ്യേണ്ടത് എവിടെയാണ്? എക്സാം 10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _question നമ്പർ ആയിട്ട് സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ സേവ് കൊടുക്കാം, അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കാം. ഞാനിവിടെ സേവ് കൊടുക്കുന്നു. എന്നിട്ട് ഹോമിലെ ഇവിടെ എൻ്റെ ഹോം ഇതാണ്. ഇവിടെ എക്സാം 10 എന്ന ഫോൾഡറിൽ നമുക്ക് രജിസ്റ്റർ നമ്പർ കൊടുക്കാം. ഞാൻ രജിസ്റ്റർ നമ്പർ കൊടുത്തു, _ കൊടുത്തു. അതിനുശേഷം എത്രയാണോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ, ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് താഴെ സേവ് എന്ന ബട്ടൺ ഉണ്ട്, ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതും കംപ്ലീറ്റ് ആയി. പ്രിപ്പയർ എ ഇൻവിറ്റേഷൻ ലെറ്റർ ടു ഇൻവൈറ്റ് പേരൻസ് ഫോർ an awareness program conducted at the school using mail merge technique in LibreOffice Writer. The details of the parents are given in exam documents folder in the home file. Okay, അതായത് പേരൻസിൻ്റെ ഡീറ്റെയിൽസ് guardian.ods എന്ന് പറഞ്ഞ ഒരു ഫയൽ നിങ്ങൾക്ക് അതൊരു LibreOffice കാൽക്കിൽ തയ്യാറാക്കിയുള്ള ആ ഒരു ODS ഫയൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെ ഒരു സാമ്പിൾ awareness.ott എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെ സാമ്പിളും നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫയലിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ awareness.ott എന്ന് പറയുന്ന ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യാം? ആപ്ലിക്കേഷനിലേക്ക് പോവുക. ആപ്ലിക്കേഷനിൽ ഓഫീസിലേക്ക് വരിക. ഓഫീസിൽ LibreOffice Writer എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം? ഫയലിൽ ഓപ്പൺ കൊടുക്കാം. അപ്പോൾ നമ്മളോട് എവിടെയാണ് അതുള്ളത്? നമുക്ക് നമ്മുടെ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് കുറച്ച് താഴോട്ട് ഇവിടെ തന്നെ ആദ്യം തന്നെ വന്നു നിന്നിട്ടുണ്ട്. awareness.ott എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ക്ഷണപത്രത്തിൻ്റെ മാതൃക, അല്ലെങ്കിൽ ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെ മാതൃക. ഇവിടെ നമുക്ക് നെയിം, ഹൗസ് നെയിം, പിൻകോഡ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൽ മർജ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യേണ്ടത്. guardian.ods എന്ന പേരിൽ നമുക്ക് രക്ഷിതാക്കളുടെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? അപ്പോൾ അതിനായിട്ട് ഇൻസേർട്ടിലേക്ക് പോവാം. ഓക്കെ, ഇൻസേർട്ടിലേക്ക് പോവാം. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇൻസേർട്ടിലേക്ക് പോവാം, ഫീൽഡിലേക്ക് വരിക. ഓക്കെ, ഇൻസേർട്ടിൽ ഫീൽഡിൽ മോർ ഫീൽഡ്സ്. ഓക്കെ, ഇൻസേർട്ടിൽ ഫീൽഡിൽ മോർ ഫീൽഡ്സ്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിലൊരു വിൻഡോ കിട്ടും. ഇതിൽ അവസാനമായിട്ട് ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു ടാബ് കാണാം. ഡാറ്റാബേസിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ കാര്യങ്ങളുണ്ടല്ലേ. ഇതിൽ എന്ത് ചെയ്യുക? മെയിൽ മർജ് ഫീൽഡ്സ് എന്ന് കാണാം. അതിലേക്ക് വരിക. ഓക്കെ, മെയിൽ മർജ് ഫീൽഡ്സ്. അപ്പോൾ അതിലേക്ക് വന്ന ശേഷം താഴെ ബ്രൗസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളോട് ആ ഒരു ODS ഫയൽ ഇതിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കണം. അതിനായിട്ട് ഹോമിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ മോഡൽ IT എക്സാം എന്നതാണ് എൻ്റെ ഹോം. അതിലേക്ക് വരുന്നു. എന്നിട്ട് എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിനകത്ത് ആ ഒരു ODS ഫയൽ ഉണ്ടാവും.
ഇതാ ഇവിടെയുണ്ട് guardian.ods എന്ന് പറഞ്ഞ ഫയൽ ഉണ്ട്. ഇത് ഒന്നിക്കൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഓപ്പൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ അത് വന്ന് നിന്നിട്ടുണ്ട് അല്ലേ, ഗാർഡിയൻ എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ട്. ഇവിടെ ഒരു ട്രയാങ്കിൾ കണ്ടോ, ഈ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ അവയർനെസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ ഒരു ട്രയാങ്കിൾ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ എന്തൊക്കെയാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അത് മാത്രമേ ഇങ്ങോട്ടേക്ക് ഉപയോഗിക്കേണ്ടൂ. ഓക്കെ, ഇവിടെ നെയിം, ഹൗസ് നെയിം, പിൻകോഡ്, നെയിം, ഹൗസ് നെയിം, പിൻകോഡ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ആഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാം? നമുക്കിതാ നെയിം ആദ്യം ആഡ് ചെയ്യാം. അതിനായിട്ട് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണല്ലോ നമുക്ക് നെയിം വരുത്തേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ നെയിം എന്നതിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇടാം. ഇത് ഒരു മാർഗ്ഗമാണ്. ഇനി വേറെ ഒരു രീതിയിൽ നമുക്ക് നോക്കാം. അടുത്തത് ഹൗസ് നെയിം ആണല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഹൗസ് നെയിമിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഇനി ഒരു മാർഗ്ഗവും കൂടിയുണ്ട്. ഇനി അടുത്ത പിൻകോഡ് ആണല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പിൻകോഡിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇൻസേർട്ട് കൊടുക്കാം. ഇതിൽ ഏത് മാർഗ്ഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പറഞ്ഞു തന്നതാണ്, 3 രീതിയിലും കൊടുക്കാം. അത് ഡ്രാഗ് ചെയ്യലാണ് എളുപ്പമെങ്കിൽ 3 ഡ്രാഗ് ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ അത് ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വിൻഡോ ആവശ്യമില്ല, ഇത് ക്ലോസ് ചെയ്യാം. ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് സേവ് ചെയ്യണം. എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കണം. തയ്യാറാക്കിയ ക്ഷണപത്രങ്ങൾ ഒറ്റ ഫയലാക്കി, സിംഗിൾ ഫയൽ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഫയൽ നാമമായിട്ടാണ് സേവ് ചെയ്യേണ്ടത്. ഫയലിൽ സേവ് കൊടുക്കുകയല്ല വേണ്ടത്, ഫയലിൽ പ്രിന്റ് കൊടുക്കണം. ഓക്കെ, ഫയലിൽ പ്രിന്റ്. അപ്പോൾ ഇത് ഇത്തരത്തിലൊരു വിൻഡോ വരും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് യെസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെ കാണാം. ഇവിടെ ഔട്ട്പുട്ട് എന്ന സ്ഥലത്ത് പ്രിന്റർ ഫയൽ ഇങ്ങനെ 2 എണ്ണം ഉണ്ട്. ഫയൽ കൊടുക്കുക. പ്രിന്റർ അല്ല കേട്ടോ, ഫയലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ സേവ് ആസ് സിംഗിൾ ഡോക്യുമെന്റ് എന്നുണ്ട്, അത് തന്നെയാണ് വേണ്ടത് കേട്ടോ. ഇനി ഓക്കെ കൊടുക്കുക. ഓക്കെ, ശ്രദ്ധിക്കണം, ഔട്ട്പുട്ടിൽ ഫയൽ കൊടുത്തു, ഇവിടെ സേവ് ആസ് സിംഗിൾ ഡോക്യുമെന്റ് അല്ലേ വന്നത് എന്ന് ഉറപ്പ് വരുത്തി അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെ നെയിം എന്ന സ്ഥലത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, _ ഇട്ട് കൊടുക്കുക. എത്രാമത്തെയാണോ ചോദ്യം ആ ഒരു ചോദ്യ നമ്പറും കൂടി കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ 2 എന്ന് ജസ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ താഴെ സേവ് ബട്ടൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തനവും നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യമാണ്. സ്കൂൾ വിക്കി എന്ന് പറയുന്ന പേരിൽ ഒരു പുതിയൊരു സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിൽ കൊടുത്തിരിക്കേണ്ട ഏതൊക്കെ പ്രത്യേകതകൾ വരണം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. ഈ പ്രത്യേകതകളൊക്കെ വരുന്ന സ്കൂൾ വിക്കി എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹോമിലേക്ക് പോവാം. ഹോമിലെ ഇവിടെ എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്, അതിലേക്ക് വരിക. അവിടെ wiki.ott എവിടെയുള്ളത്? ഇതാ ഇവിടെ wiki.ott ഉണ്ട്. ഓക്കെ, ഇതിനെന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓപ്പൺ വിത്ത് ലിബ്രെ ഓഫീസ് റൈറ്റർ എന്ന് കാണാം. ഓക്കെ, ഓപ്പൺ വിത്ത് ലിബ്രെ ഓഫീസ് റൈറ്റർ അത് കൊടുക്കുക. അപ്പോൾ ഇതാ ആ ഒരു ഫയൽ നമുക്കിവിടെ ഓപ്പൺ ആയി കിട്ടി. അപ്പോൾ ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഹെഡിങ് വിഭാഗത്തിലെ ഹെഡിങ് 2 എന്ന സ്റ്റൈലിൽ സ്കൂൾ വിക്കി എന്ന് പറഞ്ഞ പേരിൽ ഒരു പുതിയ സ്റ്റൈൽ കൊടുക്കണം. ഓക്കെ, പുതിയ സ്റ്റൈൽ നിർമ്മിക്കണം. ഓക്കെ, അതിൽ വരേണ്ട പ്രത്യേകതകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതാ ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്യുക. ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ മോർ സ്റ്റൈൽസ് എന്ന് കാണാം. ഓക്കെ, മോർ സ്റ്റൈൽസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റൈൽ വിൻഡോ വന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റൈൽസ് വിൻഡോ. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഹെഡിങ് വിഭാഗത്തിലെ ഹെഡിങ് 2ലാണ് നമ്മൾ പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹെഡിങ് 2 ഉണ്ടല്ലോ, അതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഹെഡിങ് 2ൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ന്യൂ മോഡിഫൈ ഹൈഡ് എന്ന് കാണാം. ഇവിടെ നിങ്ങൾ ന്യൂ കൊടുക്കുക. ഓക്കെ, ന്യൂ കൊടുക്കുക. നിങ്ങളോട് പുതിയൊരു സ്റ്റൈലാണ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്, അതുകൊണ്ട് ന്യൂ. ഓക്കെ, അപ്പോൾ ന്യൂ കൊടുത്തു. അപ്പോൾ പുതിയൊരു വിൻഡോ, ഇത്തരത്തിലൊരു വിൻഡോ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ എന്ത് ചെയ്യാം? ഓർഗനൈസർ എന്ന് കാണാലോ. ഈ ഓർഗനൈസർ എന്ന് പറഞ്ഞ ടാബിലേക്ക് വരിക. ഇവിടെ സ്റ്റൈലിൻ്റെ നെയിമാണ് കൊടുക്കാൻ പറഞ്ഞത്. നിങ്ങളോട് ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? സ്കൂൾ വിക്കി എന്ന പേരിലാണ് സ്റ്റൈൽ തയ്യാറാക്കേണ്ടത്. അപ്പോൾ സ്കൂൾ വിക്കി എന്ന് അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ആ ഒരു സ്റ്റൈലിൻ്റെ പേര് കൊടുത്തു. ഇനി എന്തൊക്കെ പ്രത്യേകതകൾ കൊടുക്കാൻ പറഞ്ഞത്? ഫോണ്ട് ഫാമിലി ഉബുണ്ടു എന്നാക്കണം. ഓക്കെ, അപ്പോൾ ഫോണ്ട് ഫാമിലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോണ്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മുടേത് ഇംഗ്ലീഷ് ആണ് അല്ലേ? ഇംഗ്ലീഷ് ആയതുകൊണ്ട് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. മലയാളമാണെങ്കിൽ CTL ഫോണ്ട് എന്ന് പറയുന്ന ഭാഗത്തും. ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഫോണ്ട് ഫാമിലി ഉബുണ്ടു എന്നത് ഇതാ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇതാ ഇവിടെ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അതെവിടെയാണോ ഉള്ളത് അതിങ്ങനെ നോക്കി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? ഇതാ ഇതിനെ അങ്ങ് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തും കൊടുക്കാം. ഇതാ ഞാൻ U എന്നടിക്കുമ്പോൾ തന്നെ അത് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഒന്ന് ജസ്റ്റ് പുറത്ത് ഇവിടെ ഒന്ന് ഞെക്കിയാൽ മതി. ഓക്കെ, ഇത്രയും വേണ്ടു. ഉബുണ്ടു എന്ന് കൊടുത്തു. ഇനി സ്റ്റൈൽ എന്നത് ബോൾഡ് കൊടുക്കണം. സ്റ്റൈൽ എന്നത് ബോൾഡിൽ തന്നെയാണുള്ളത്, മാറ്റമൊന്നും വരുത്തേണ്ട, ബോൾഡ് തന്നെയാണ്. അടുത്തത് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 110% ആണ് കൊടുക്കാൻ പറഞ്ഞത്. ഇത് 115 ആണുള്ളത്. ഈ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ 110 ആക്കാം.
ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഫോണ്ട് കളർ റെഡ് ആക്കണം. ഫോണ്ട് കളർ റെഡ് ആക്കണമെങ്കിൽ ഫോണ്ട് എന്ന് പറയുന്ന ഈ ഒരു ടേബിളല്ല വരേണ്ടത്, ഫോണ്ട് എഫക്ട്സിലേക്ക് പോവാം. ഫോണ്ട് എഫക്ട്സിലേക്ക് വരിക, ആ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഫോണ്ട് കളർ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളോട് ഏതാ പറഞ്ഞത്, റെഡ് ആണല്ലോ, ഇതാ ഇവിടെ നമ്മുടെ റെഡ് ഉണ്ട്. ഓക്കെ, റെഡിൽ ക്ലിക്ക് ചെയ്യാം. അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ ചോദ്യത്തിൽ നോക്കാം, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ അപ്ലൈ എന്നത് കാണാം, അപ്ലൈ കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇവിടെ ഹെഡിങ് 2 എന്ന് കണ്ടോ, ഈ ഹെഡിങ് 2ന്റെ സൈഡിൽ ഒരു ട്രയാങ്കിൾ ഇല്ലേ, ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. അപ്പോൾ കണ്ടോ, നമ്മുടെ സ്കൂൾ വിക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു പുതിയൊരു സ്റ്റൈല് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, ലേഖനത്തിലുള്ള എല്ലാ ഉപശീർഷകങ്ങൾക്കും ഈ സ്റ്റൈല് നൽകണം. ഓക്കെ, ഉപശീർഷകങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് പച്ച നിറത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഉപശീർഷകങ്ങൾ. അപ്പോൾ അതിനൊക്കെ നമ്മളിപ്പോൾ പുതിയതായിട്ട് തയ്യാറാക്കിയ സ്റ്റൈല് കൊടുക്കണം. അതിനെന്ത് ചെയ്യാം, ആദ്യം ഞാൻ ആദ്യത്തെ ഈ ഒരു സബ് ഹെഡിങ് സെലക്ട് ചെയ്യുന്നു, ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ഇവിടെ നമ്മുടെ സ്കൂൾ വിക്കിയുണ്ട്, ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഇവിടെ വന്നു. അടുത്തതും സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യാം, എന്നിട്ട് കൺട്രോൾ കീ യൂസ് ചെയ്തിട്ട് അടുത്തത് സെലക്ട് ചെയ്യാം, വീണ്ടും അടുത്തത് ഇതേപോലെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ഒരുമിച്ച് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ സ്കൂൾ വിക്കി എന്നത് കൊടുക്കാം. നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് സേവ് ചെയ്യണം. സാധാരണ പോലെ തന്നെ മാറ്റം വരുത്തിയ ഫയൽ രജിസ്റ്റർ നമ്പർ, ഓക്കെ, അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. എക്സാം 10ൽ സേവ് ചെയ്യാനാണ് പറഞ്ഞത്. അതിന് ഫയലിൽ സേവ് അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും സേവ് ആസ് കൊടുക്കുന്നു. എവിടെയാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്, ഹോമിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ ഇവിടെ ഞാൻ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, അണ്ടർസ്കോർ കൊടുക്കുന്നു, ചോദ്യം നമ്പർ എത്രയാണോ ആ ഒരു ചോദ്യം നമ്പർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ താഴെ സേവ് ഉണ്ട്, സേവ് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തനവും നമ്മൾ ഭംഗിയായി കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ചോദ്യം നോക്കാം. പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റിൽ scientist.ott, ഇത് ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ scientist.ott എന്ന ഫയൽ നൽകിയിട്ടുണ്ട്. ഈ ഫയലിൽ ഡിഫോൾട്ട് സ്റ്റൈൽ വിഭാഗത്തിൽ സ്റ്റൈൽ 24 എന്ന പേരിലും ഹെഡിങ് 1 വിഭാഗത്തിൽ സയൻറ്റിസ്റ്റ് എന്ന പേരിലും 2 പുതിയ സ്റ്റൈലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ ലേഖനം ലിബ്രിയോഫീസ് റൈറ്ററിൽ തുറന്ന് എല്ലാ സബ് ഹെഡിങ് ഉപശീർഷകങ്ങൾക്കും സയൻറ്റിസ്റ്റ് എന്ന സ്റ്റൈലും പാരഗ്രാഫുകൾക്ക് സ്റ്റൈൽ _24 എന്ന ആ ഒരു സ്റ്റൈലുമാണ് നൽകേണ്ടത്. ഉപശീർഷകങ്ങൾ നീല നിറത്തിലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് സേവ് ചെയ്യാം. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻ ആർട്ടിക്കിൾ ഓൺ ഫേമസ് സയൻറ്റിസ്റ്റ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ scientist.ott എന്ന് പറയുന്ന ആ ഒരു ഫയൽ നമുക്കുണ്ട്. ഓക്കെ, അത് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മുടെ scientist.ott എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. നമുക്ക് ആദ്യം ആപ്ലിക്കേഷനിലേക്ക് പോകാം, ഇവിടെ ഓഫീസിലേക്ക് വരാം, ഇവിടെ ലിബ്രിയോഫീസ് റൈറ്റർ എന്നത് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്നും ഫയലിൽ ഓപ്പൺ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോൾഡറിൽ പോയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഫയലിൽ ഓപ്പൺ കൊടുക്കുന്നു. ഫയലിൽ ഓപ്പൺ. അപ്പോൾ അത് എവിടെയുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഇവിടെയായിട്ട് scientist.ott എന്ന് പറയുന്ന ഫയൽ കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, എല്ലാ ഉപശീർഷകങ്ങൾക്കും, അതായത് എല്ലാ സബ് ഹെഡിങ്ങിനും സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റൈല് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ മോർ സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ, മോർ സ്റ്റൈൽസ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൈൽസ് വിൻഡോ വരും. ഈ സ്റ്റൈൽസ് വിൻഡോയിൽ ആദ്യത്തെ ഭാഗം നിങ്ങൾക്ക് കാണാം, പാരഗ്രാഫ് സ്റ്റൈൽസ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റൈൽ 24 എന്നത് കാണാം. അതേപോലെ ഈ ഒരു ഹെഡിങ് കണ്ടോ, ഈ ഒരു ഹെഡിങ്ങിൻ്റെ ഇവിടെയുള്ള ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡിങ് 1 എന്ന് പറഞ്ഞത് കാണാം. ഇവിടെ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റൈൽ കാണാം. ഇവിടെ നമ്മുടെ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റൈൽ _24 എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റൈൽ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സബ് ഹെഡിങ് സെലക്ട് ചെയ്യാലോ. ഇതൊക്കെ സബ് ഹെഡിങ് ആണ്. ആദ്യം ഒന്നാമത്തെ സബ് ഹെഡിങ് സെലക്ട് ചെയ്തു, എന്നിട്ട് സയൻറ്റിസ്റ്റ് എന്നതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അടുത്ത സബ് ഹെഡിങ് സെലക്ട് ചെയ്യാം, സയൻറ്റിസ്റ്റ് എന്നതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ചും ചെയ്യാം. ഒന്ന് സെലക്ട് ചെയ്യാം, എന്നിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടുത്തത് സെലക്ട് ചെയ്യാം. അതിനുശേഷം അടുത്തതും കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിൽ ഞാൻ ആവശ്യമുള്ള സബ് ഹെഡിങ്ങിനൊക്കെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് താഴോട്ട് പോയിട്ട് സയൻറ്റിസ്റ്റ് എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ആ സബ് ഹെഡിങ്ങിനൊക്കെ തന്നെ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈൽ നമ്മൾ കൊടുത്തു. എല്ലാ പാരഗ്രാഫിനും ഓക്കെ സ്റ്റൈൽ _24 എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റൈൽ കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇത് ഇത്തരത്തിലൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റൈൽ _24 എന്ന് കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഇവിടെ വന്നല്ലോ. ഇനി അടുത്ത പാരഗ്രാഫ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഇവിടെ താഴെ വന്നിട്ട്
സ്റ്റൈൽ 24 എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇനി ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാം കേട്ടോ. ഇതാദ്യം ഡ്രാഗ് ചെയ്യാം, എന്നിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടുത്തത് ഇതേപോലെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ആവശ്യമുള്ള പാരഗ്രാഫുകളൊക്കെ നമ്മൾ ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം കുറച്ച് താഴോട്ടേക്ക് വന്നിട്ട് ഇവിടെ സ്റ്റൈൽ _24 എന്നത് കാണാം, അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ആ ഒരു സ്റ്റൈൽ വന്നിട്ടുണ്ട്. ഇത്രയും നമ്മളോട് ചെയ്യാൻ പാടുള്ളൂ. ഇത് നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് എങ്ങനെയാണ്? ഫയലിൽ സേവ് കൊടുക്കാം അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കാം. ഞാനിവിടെ സേവ് ആസ് കൊടുക്കുന്നു. എവിടെയാണ് സേവ് ചെയ്യേണ്ടത്? ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ എത്രാമത്തെയാണ് ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ തൽക്കാലം ഇവിടെ 6 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത്രയും ചെയ്താൽ ഈ ഒരു പ്രവർത്തനവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കാണുക. അതേപോലെ തന്നെ പറ്റുമെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.